നമസ്കാരം. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തെക്കൻ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുണ്ടായ ഭൂമികുലുക്കം ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി. പശ്ചിമേഷ്യയിൽ ഇതിനകം തന്നെ സംഘർഷം ഉയർന്നതും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സാഹചര്യം വളരെ നിയന്ത്രണാതീതമായി തുടരുന്നതുമായ ഈ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എല്ലാ ദിശകളിലും അലാറങ്ങൾ മുഴങ്ങി. ഭൂചലനം ജനങ്ങളിൽ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയതാണെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇസ്രായേൽ ജിയോളജിക്കൽ സൊസൈറ്റി പറയുന്നതനുസരിച്ച് ഡിമോണയ്ക്ക് സമീപത്തായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ ഇറാനിൽ ആഭ്യന്തര കലാപം കലുഷിതമാകുന്നു. പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയാൽ ഭരണകൂടത്തിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് യുഎസും യുഎസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ടായാൽ പ്രത്യാക്രമണമുണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾക്കിടയിലുണ്ടായ ഭൂചലനം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയെന്നത് സ്വാഭാവികമാണ്. ആക്രമണ സന്ദർഭങ്ങളെ നേരിടാൻ രാജ്യവ്യാപകമായി സ്കൂളുകളിൽ രാവിലെ സംഘടിപ്പിച്ച അടിയന്തര ഡ്രില്ലിങ്ങിനിടയിലായിരുന്നു പ്രകമ്പനമുണ്ടായത്. നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിമോണ മേഖല ഇസ്രായേലിന്റെ ഏറ്റവും സെൻസിറ്റീവ് മേഖലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇസ്രായേലിന്റെ ആണവ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന ഷിമോൺ പെരസ് നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ എല്ലായ്പ്പോഴും അതിന്റെ ആണവ ശേഷിയെക്കുറിച്ച് തന്ത്രപരമായ അവ്യക്തത നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അവ ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഭൂകമ്പം ആഴം കുറഞ്ഞതാണെങ്കിലും ആളപായമോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. പ്രാദേശിക അധികാരികൾ ഇതിനെ ഒരു സ്വാഭാവിക പ്രതിഭാസമായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ പ്രാദേശിക സംഘർഷങ്ങൾ, സമയം, സ്ഥലം എന്നിവയുടെ സംയോജനം നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഡിമോണയ്ക്ക് സമീപമുള്ള ഭൂകമ്പം വെറുമൊരു സ്വാഭാവിക പ്രതിഭാസമായിരുന്നോ അതോ വലിയൊരു സന്ദേശത്തിന്റെ സൂചനയായിരുന്നോ എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇസ്രായേലിലെ സ്ഥിതി ഇപ്പോൾ സാധാരണമാണ്. പക്ഷേ പശ്ചിമേഷ്യയിലെ ഇതിനകം തന്നെ അസ്ഥിരമായ സാഹചര്യത്തെ ഈ സംഭവം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തി. ഈ ഭൂകമ്പത്തിന്റെ ദൈർഘ്യവും തീവ്രതയും താരതമ്യേന കുറഞ്ഞ അളവിലായിരുന്നു. ഇടത്തരം സ്ഫോടനങ്ങൾക്ക് സമാനമായിരുന്നു പ്രകമ്പനങ്ങൾ. നെഗേവ് മരുഭൂമിക്ക് പുറത്തേക്കും വടക്ക് മധ്യ ഇസ്രായേൽ വരെയുള്ള പ്രദേശങ്ങളിലേക്കും തലസ്ഥാനമായ ജെറുസലേമിന് വടക്കോട്ട് പോലും സൈറണുകൾ മുഴങ്ങാൻ തക്കവിധം ശക്തമായിരുന്നു. എന്തായാലും ഇസ്രായേൽ ആണവ നിരായുധീകരണ ഉടമ്പടിയിൽ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല. ഡിമോണയിലെ അന്താരാഷ്ട്ര പരിശോധനകളും നിരസിക്കുന്നുണ്ട്. 1960-കൾ മുതൽ ഇസ്രായേൽ പ്ലൂട്ടോണിയവും ആണവ ബോംബുകളും നിർമ്മിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആണവ ശേഖരത്തെക്കുറിച്ച് ഇസ്രായേൽ തന്ത്രപരമായ അവ്യക്തത നിലനിർത്തി വരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നെഗേവ് ആണവ കേന്ദ്രത്തിൽ നിർമ്മാണവും വിപുലീകരണ പ്രവർത്തനങ്ങളും വർദ്ധിച്ചതായി കാണിക്കുന്നുണ്ട്. ഇത് പുതിയ ഹെവി വാട്ടർ റിയാക്ടറാണോ അതോ ആയുധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. ഭൂകമ്പം യഥാർത്ഥമായിരുന്നോ അതോ പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ യുഎസിനും ഇറാനും ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പായിരുന്നോ എന്ന ചർച്ചകളും തുടരുകയാണ്. അനിഷ്ടങ്ങളോ ദുരന്തങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതും രാജ്യവ്യാപകമായ ഡ്രിൽ നടക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേൽ എന്തെങ്കിലും മറച്ചുവെക്കുന്നുണ്ടോ എന്ന അഭ്യൂഹം പ്രചരിക്കുകയാണ്. എന്തായാലും ഇറാനിൽ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വിങ്സ് ഓഫ് സായൻ എന്നാണ് വിമാനത്തിന്റെ ഔദ്യോഗിക പേര്. ഇറാന്റെ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് വിമാനം രാജ്യം വിട്ടതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിലെ ബേർഷീബയിലുള്ള നെവാറ്റീം സൈനിക താവളത്തിൽ നിന്ന് ഇന്ത്യൻ സമയം 3 മണിക്കാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ഗ്രീക്ക് ദ്വീപായ ക്രെറ്റയുടെ തലസ്ഥാനമായ ഹെരാക്ലിയനിലേക്കാണ് വിമാനം പറന്നത്. പിന്നീട് വിമാനം ബേർഷീബയിലേക്ക് തിരിച്ചെത്തി. പറക്കലിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. അധികൃതർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പതിവ് പരിശീലന പറക്കലായിരുന്നു എന്നാണ് അനൌദ്യോഗിക വിശദീകരണം. 3 ആഴ്ചയോളമായി ഭരണവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന ഇറാനിൽ യുഎസിന്റെ സൈനിക നടപടി ഉടനുണ്ടാകില്ലെന്ന സൂചനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് ഇറാൻ ഭരണകൂടം നിർത്തിയെന്ന് തനിക്ക് വിവരം കിട്ടിയതായി അദ്ദേഹം പറഞ്ഞു. പ്രക്ഷോഭകരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്.